ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഈ റവയൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ റവ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാല് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പാനിൽ നിന്ന് വിട്ട് വരണേ. അപ്പോൾ പാനിൽ നിന്നൊക്കെ റവ നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാനേ. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഇത് അടച്ച് വയ്ക്കുക. ഇത് നല്ലോണം ഒന്ന് ചൂടാറി വരട്ടെ. ഇത് അടച്ച് വയ്ക്കണം, അതല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം അങ്ങ് കട്ടിയായിട്ട് പോകും. അപ്പോൾ ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ കുങ്കുമപ്പൂവ് പാലിൽ കലക്കിയത് എടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം, ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂവ് ഇല്ലെങ്കിൽ കളർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊരു ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി കുങ്കുമപ്പൂ ചേർക്കാത്ത റവയുടെ മിക്സില്ലേ, അത് കയ്യിലെടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് ഇതിനുള്ളിൽ ഒരു ഉരുള വെച്ചിട്ട് നല്ലോണം ഉരുട്ടിയെടുക്കണം. കയ്യിൽ നല്ലോണം നിങ്ങൾ നെയ്യ് പുരട്ടിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനേ. അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കളർ ചേർക്കുന്നതും ഇഷ്ടമല്ല, അല്ലെങ്കിൽ കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊരു പാത്രത്തിൽ വെച്ചിട്ട് വേണമെങ്കിലും സെറ്റായിട്ട് എടുക്കുക. അതല്ലെങ്കിൽ വെറുതെ ഉരുളകളാക്കി എടുത്താലും മതി. അപ്പോൾ സ്വീറ്റ്സ് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഒരു നൂല് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉൾഭാഗത്ത് ഓറഞ്ചും പുറത്ത് വൈറ്റ് കളറുമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ്സ് ആണ്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.